നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും ഇവിടെ ഒരുപാട് മയിലുകൾ വരാറുണ്ടെന്ന്. ഞങ്ങളെല്ലാവരും ഇവരെ നോക്കി കാണുന്നത് വളരെ കൗതുകത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ തന്നെയാണ് കേട്ടോ. നമ്മളടുത്ത് ചെന്നാൽ പറന്നു പോകുന്ന കരുതി മാറി നിന്ന് ഒളിച്ചു നിന്നൊക്കെയാണ് ഇവരുടെ ഭംഗി ആസ്വദിക്കാറുള്ളത് കേട്ടോ. ഒരു മൃഗശാലയിൽ മാത്രം നമ്മൾ പോയാൽ കാണുന്ന പക്ഷികൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ അത് എപ്പോഴും നമുക്കൊരു അതിശയം തന്നെയാണ്. എത്ര കാലം ഇവരെ കണ്ടാലും അവർ അതിശയോക്തി മാറാറില്ല കേട്ടോ. കുറേ പേരെങ്കിലും ഇവരെ ഒരു ഇറച്ചിക്കോഴി പോലെ കാണുന്നവരുണ്ടെന്ന് എനിക്ക് വൈകിയാണ് കേട്ടോ മനസ്സിലായത്. കാരണം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചലനങ്ങളും ഇതിൻ്റെ ആ പീലി വിടർത്തി നിന്നിട്ടുള്ള ആട്ടവും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം എന്നതിനേക്കാൾ ഉപരി ഇതിനെങ്ങനെ കൊന്ന് കറി വയ്ക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു പക്ഷി, അതുമാത്രമല്ല നമ്മുടെ ദേശീയ പക്ഷിയും കൂടിയാണ്, ആ ഒരു പദവിയും കൂടിയുള്ളൊരു പക്ഷിയാണിത്. അതിനെയൊക്കെ കൊന്ന് തിന്നാൻ ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഒരിക്കലും ആ രീതിയിലൊന്നും ആരുടെയും ചിന്തകൾ പോകാണ്ടിരിക്കട്ടെ. മയിലുകളെ കൊന്ന് കറി വയ്ക്കുക, മയിലിനെ വേട്ടയാടുക എന്നൊക്കെ പറയുന്നത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ കൊന്നു തിന്നാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരെന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ മൈൻഡ് സെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത്രയും നമുക്ക് ഇഷ്ടം തോന്നുന്ന, അത്രയും ഭംഗിയുള്ള, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പക്ഷി, അതിനെ ഒരു ഇറച്ചിയായിട്ട് കണ്ട് അതിനെ കൊന്നു തിന്നുക എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ട് ഞങ്ങൾ വീട് പണിയാൻ വേണ്ടിയിട്ട് പ്ലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പ്ലോട്ട് കാണാൻ പോയപ്പോൾ ഇതുപോലെ അവിടെ കുറേ മയിലിൻ്റെ തൂവലുകൾ കിടക്കുന്നത് കണ്ടു. അപ്പോൾ നിറയെ തൂവലുകളാണ്. അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഉള്ളവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഇവിടെയുള്ള പല ആൾക്കാരും രാത്രി സമയങ്ങളിൽ വന്നിട്ട് ഇതിനെ എന്തോ കെണിയൊക്കെ വെച്ച് പിടിച്ച് അതിനെ കൊണ്ടുപോയിട്ട് അതിനെ ഭക്ഷിക്കാറുണ്ടെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അത് ശരിക്കും തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളൊരു കാര്യമല്ല. ഒരു കോഴി പോലെ കൺസിഡർ ചെയ്യേണ്ട ഒരു പക്ഷി എന്നുള്ള രീതിയിലാണ് പലരും അങ്ങനെ നോക്കിക്കാണുന്നവരുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും അതിനെ ഉപദ്രവിക്കാതെ വിടുക. വംശനാശം വന്ന് പോകേണ്ട രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാണ്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനെ ഇങ്ങനെ കണ്ട സമയത്ത് പെട്ടെന്ന് ഒരു പഴയ കാര്യം ഓർമ്മ വന്നു, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.